ഇസ്രായേൽ മലയാളികൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ന്യൂസ് ചാനൽ വിളിച്ചിട്ട് നിങ്ങൾ എത്ര പറഞ്ഞാലും അവരത് തിരിച്ച് ന്യായീകരിക്കത്തുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും, ഇവിടെ നടന്ന കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ട് പറഞ്ഞാൽ പോലും ഇസ്രായേലിന് ഒരിക്കലും അനുകൂലമായിട്ട് ഇന്ത്യയിലുള്ള അല്ല കേരളത്തിലുള്ള മാമാപ്പണി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകരും നല്ലത് പറയത്തില്ല. പിന്നെ എന്തിനു നിങ്ങളിത് പറയാൻ പോകുന്നു? പിന്നെ എന്തിനാണ് നിങ്ങളിത് പറയാൻ പോകുന്നത്, ന്യായീകരിക്കാൻ പോകുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാവരും വിളിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞല്ലോ. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ പോട്ടെ. ഇവിടെ 2 പേര് മരിച്ചല്ലോ. ഇപ്പോഴല്ല, കഴിഞ്ഞ ഹമാസ് ചെയ്തതിന് യുദ്ധത്തിൽ 2 പേര് മരിച്ചല്ലോ. ഹിസ്ബുള്ള എറിഞ്ഞപ്പോഴും ഒരാൾ മരിച്ച്, ഹമാസുകാർ എറിഞ്ഞപ്പോൾ ഒരാൾ മരിച്ച്. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ പത്രത്തിലിട്ടോ? പോട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ വന്നായിരുന്നോ? പിന്നെ എന്തിനാ നിങ്ങൾ ചുമ്മാ ഈ ആവശ്യമില്ലാതെ ന്യൂസ് ചാനലിൽ വിളിച്ചിട്ട് പേരെടുക്കാൻ വേണ്ടിയാണോ? എന്തിന്? നിങ്ങൾക്ക് ഫേസ്ബുക്കില്ലേ, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമില്ലേ, നിങ്ങൾക്ക് ടിക്ടോക്ക് ഇല്ലേ? സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അതിൽ പറഞ്ഞുകൂടെ? എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് ഇനിയെങ്കിലും കോമാളി ആവാതിരിക്കരുത്. മറ്റവരെ കോമാളി ആവുന്നുണ്ട്, നിങ്ങളും കോമാളി ആവരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യസന്ധമായിട്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിട്, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി വിളിച്ച് പറ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഇതാക്കി പോരെ, അല്ല നാട്ടുകാരെ മൊത്തം ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ലൈവ് ഇടുക, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഫോളോവേഴ്സ് കാണും, അവർ കണ്ടോളും. അവർ ഈ ചില പടങ്ങൾ കണ്ടിട്ടില്ലേ, മൗത്ത് പബ്ലിസിറ്റിയോടെ പറഞ്ഞു പോകുന്നത്, അതേപോലെ പൊയ്ക്കോളും. നല്ലതാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയുക. ചുമ്മാ നമ്മൾ പത്രക്കാരെ വിളിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക. എന്തെല്ലാം കള്ളമാണ് പറയുന്നത്. ദയവ് ചെയ്ത് വേണ്ട, നിർത്ത്. ഓക്കെ.